നമസ്കാരം. തനിമയുള്ള ചിന്ത. മറ്റാരും ചിന്തിക്കാത്ത വഴികളിലൂടെ ചിന്തിച്ചു പോകുന്നവർക്ക് അസുലഭ നേട്ടങ്ങൾ കൈവരും. സേഫ്റ്റി പിന്ന്, മുട്ടുസൂചി, പേപ്പർ ക്ലിപ്പ് ഇതൊക്കെ കണ്ടുപിടിച്ചവർ വളരെ നിസ്സാരമെന്ന് കരുതി മറ്റുള്ളവർ ഇരുന്ന കാര്യങ്ങളാണ് ഇവർ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഒരുപാട് ഗുണം അവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ കഥ കേൾക്കൂ. അദ്ദേഹം അമേരിക്കക്കാരനാണ്, ദരിദ്രനായിരുന്നു. അപ്പോൾ ഈ സാമ്പത്തികം ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കരുത്. പണ്ട് കാലമാണല്ലോ, ദരിദ്രത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അന്ന് ഈ തുണികൾ തേച്ച് കൊടുക്കുന്ന ആളുകൾ അതിനകത്തൊരു ഹാർഡ് ബോർഡ് വെക്കുമായിരുന്നു, ഈ തുണി ചുളുങ്ങി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്കാരൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ആ ഹാർഡ് ബോർഡ് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാം, കട്ട് ചെയ്ത് കറക്റ്റ് അളവിന്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ആവശ്യമില്ല. അപ്പോൾ പിന്നെ അത് പുള്ളി പിന്നീട് ആലോചിച്ച് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന് ഈ വാങ്ങാൻ, അതായത് കുറേ പരസ്യങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ചിലവ് ചുരുക്കി കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുറച്ച് പരസ്യങ്ങൾ പിടിച്ചു, ഒരു സൈഡിൽ മുഴുവൻ പരസ്യങ്ങൾ വെച്ചുകൊണ്ട് കൊടുത്തു നോക്കി. അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പരസ്യക്കാർ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. കാരണം ഇത് നിങ്ങൾ കൊടുക്കുന്നത് ആൾക്കാരിത് വായിക്കുന്നില്ല, തുണിയിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കളയുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വായിപ്പിക്കാൻ വേണ്ടിയായി പുള്ളിയുടെ പിന്നെ അടുത്ത ചിന്തകൾ. അപ്പോൾ ഒരു സൈഡിൽ കമ്പനിയുടെ പരസ്യം, മറു സൈഡിൽ ഇതുപോലെ കാർട്ടൂണുകൾ, അതുപോലെ പദപ്രശ്നങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഓരോന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾക്ക് ഇഷ്ടമായി തുടങ്ങി. അവരത് കളയാതെ എടുത്തു വയ്ക്കാൻ തുടങ്ങി. അതുപോലെ അതിനകത്തൊരു കൂപ്പൺ വെച്ചിട്ട് ആ കൂപ്പണിലെ നമ്പർ ചിരണ്ടി നോക്കുമ്പോൾ കിട്ടുന്ന സമ്മാനം, അത് ഈ എവിടുന്നാണോ തുണി തേച്ച് വാങ്ങിയത് അവിടുന്ന് വാങ്ങാനായിട്ടുള്ള ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിജയിച്ചു പോയി. അപ്പോൾ ഈ തേപ്പ് തൊഴിലാളി യൂണിയൻ, ഈ തുണി തേച്ച് കൊടുക്കുന്ന തൊഴിലാളി യൂണിയനുകൾ ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് ബോർഡുകൾ വാങ്ങാൻ പരസ്പരം അവരുടെ യൂണിയനിൽ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം കൂടിച്ചെണ്ണായി മാറി. അപ്പോൾ തെളിമയുള്ള വ്യത്യസ്തമായ ചിന്തകൾ. ഒരു കുട്ടി, 5 വയസ്സുള്ളൊരു കുട്ടി വഴിയിൽ നടന്നു വരുമ്പോൾ, അച്ഛനും മോളും കണ്ട് നടന്നു വരുമ്പോഴാണ് വഴിയിൽ കിടന്നൊരു മാപ്പ് കിട്ടി, ഭൂപടം, ലോകത്തിൻ്റെ ഭൂപടം. അപ്പോൾ അപ്പനതെടുത്ത് കൊച്ചിന് കൊടുത്തിട്ട് ഓരോന്നും വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്ത്, ഇത് അമേരിക്കയാണ്, ഇത് ബ്രിട്ടനാണ്, ഇത് ചൈനയാണ്, ഇത് റഷ്യയാണെന്നൊക്കെ കാണിച്ചു കൊടുത്തു. വൈകുന്നേരമായപ്പോൾ കുട്ടി വഴക്ക് കൂടി കഴിഞ്ഞപ്പം ആകെപ്പാടും ഒച്ചപ്പാടും ബഹളവും, കുഞ്ഞിൻ്റെ ദേഷ്യം മാറുന്നില്ല. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, ഇത് പല പീസാക്കി വലിച്ചു കീറിയിട്ട് കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ നിൻ്റെ ദേഷ്യം തീരാൻ വേണ്ടി ഇത് മുഴുവൻ മാപ്പ് അടുക്കി ഒതുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പുള്ളി അപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കൊച്ച് ഇതെല്ലാം ശരിയാക്കി വെച്ചേക്കുക. അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു, നീ ഇതെങ്ങനെ ശരിയാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ച് ദേഷ്യമെല്ലാം പോയി. കൊച്ചോട്ടെ ചിരിച്ചുകൊണ്ട് പറയണം, അച്ഛാ ഇതിൻ്റെ പുറകിലൊരു കുതിരയുടെ പടം ഉണ്ടായിരുന്നു, ഞാൻ കുതിരയെ ശരിയാക്കിയപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ശരിയായി. അപ്പോൾ തെളിമയുള്ള ചിന്ത, വ്യത്യസ്തമായ ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു കൊലപാതകയുടെ കഥ കേൾക്കൂ. ഒരു കൊലപാതകം, അപ്പോൾ കൊലപാതകത്തിൻ്റെ ഇയാൾ കഠാര കൊണ്ട് ഒരാളെ കുത്തിക്കൊന്നു. അതാണ് ചീത്തക്കാര്യമാണെങ്കിലും ഇതൊരു ഐഡിയ ആണ്, തെളിമയുള്ളൊരു ചിന്തയാണ്, എന്തായാലും പറയാണ്. അപ്പോൾ ഈ കഠാര കൊണ്ട് ഒരാളെ കുത്തിക്കൊന്നു. പക്ഷേ കോടതിയിലെത്തി കഴിഞ്ഞപ്പോൾ ഇയാളെ വെറുതെ വിട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവായിട്ടുള്ള കഠാര ഉണ്ടായിരുന്നില്ല. അയാൾ ഈ കഠാര ഉണ്ടാക്കിയത്, കഠാര വെച്ചിട്ട് അച്ചുണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ച് ഫ്രീസ് ചെയ്ത്, അത് ആ ഫ്രീസ് ചെയ്ത ഐസ് കത്തി കൊണ്ടാണ് ഇയാൾ കുത്തിക്കൊന്നത്. എന്നിട്ട് ഈ കത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മലിഞ്ഞു പോയി. ഈ അച്ഛ ഇവിടെ നിന്ന് കണ്ടിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് വെറുതെ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കോടതിക്ക്. കാരണം തെളിവില്ല, ഈ സാധനം എന്തുകൊണ്ട് കൊന്നു, ആ സാധനം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ ഒരുപാട് പേര് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാലോ, മഹാത്മാഗാന്ധി ചെയ്തത്, ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട്, ആയുധം കൊണ്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം അഹിംസയിലൂടെ ചെയ്തത്. വിജയിച്ചില്ലേ? വ്യത്യസ്തമായ ചിന്തയായിരുന്നല്ലോ അത്. അതുവരെ ആരും കണ്ടെത്താത്തൊരു ചിന്തയായിരുന്നു. അതുപോലെ കാർൽ മാർക്സിൻ്റെ ധനചിന്ത, ലോകത്തെ 2 ചേരികളാക്കി ദശാബ്ദങ്ങളോളം നിലനിർത്തിയത് അദ്ദേഹത്തിൻ്റെ ചിന്തയായിരുന്നില്ലേ? തെളിമയുള്ള ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതായത് മുൻപേ നടക്കും ഒരു ഗോവിതൻ്റെ പിൻപേ നടക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ പോയാൽ തെളിമയുള്ള ചിന്ത ഉണ്ടാവില്ല. വ്യത്യസ്തമായ വഴികളിലൂടെ വ്യത്യസ്ത ചിന്തകളുമായിട്ട് അത് തെളിമയുള്ളതായി അവനവൻ്റെ സ്വയം ചിന്തകളായി മാറുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്.